മൂന്നാറിൽ വന്നിട്ട് ഒരാൾക്ക് താമസിക്കാൻ 220 രൂപ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവുക? ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവൻ കാണുക. വെറും 220 രൂപയ്ക്ക് നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം, അതിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ആലുവ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് അങ്ങനെ KSRTC ബസ്സിലാണ് മൂന്നാറിലേക്ക് ഒരു പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു ട്രെയിനിൽ അതുകൊണ്ട് തന്നെ ഇതിൽ ഭയങ്കര തിരക്കായിരുന്നു, ഇന്ന് പോകേണ്ടി വന്നു. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അത് ട്രെയിനിൽ നിന്ന് പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. ഇവിടെ എത്തുമ്പോൾ ഒരുവിധം ആളുകളൊക്കെ ഈ ജനലിൻ്റെ അവിടേക്ക് എത്തും ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അവിടേക്ക് വന്നു. ഈ കാഴ്ച നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പന്ത്രണ്ടേ മുക്കാലോടുകൂടി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ഒരു 150-200 മീറ്ററിൻ്റെ ഉള്ളിലുള്ള KSRTC സ്റ്റാൻഡിൽ പോയി. അവിടുന്ന് ഒരു 1:10 ആകുമ്പോഴേക്കും ചെന്ന വഴിക്ക് തന്നെ ഒരു ബസ് കിട്ടി, മൂന്നാറിലേക്കുള്ളത്, ഡയറക്റ്റ് മൂന്നാർ. തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10-15 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും സീറ്റ് കിട്ടി, നമ്മുടെ സൈഡ് സീറ്റ് തന്നെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ കാണിക്കാൻ, വീഡിയോ എടുക്കാനൊക്കെ നല്ലൊരു സൗകര്യമായി. നമ്മുടെ ഈ വണ്ടി പോകുന്നത്, ഈ ബസ് പോകുന്നത് ആലുവ പെരുമ്പാവൂര് വഴി അങ്ങനെ കോതമംഗലം അങ്ങനെ പോകുന്നുണ്ട് മൂന്നാറിലേക്ക്. അത്യാവശ്യം തിരക്കൊക്കെ കഴിഞ്ഞു, കുറേ ആളുകളൊക്കെ ഇറങ്ങിപ്പോയി, സീറ്റിലൊന്നും അധികം ആളുകൾ ഇല്ലാണ്ടായി. പിന്നെ യാത്ര നല്ല സുഖമായി. ശരിക്കും എവിടെ തുടങ്ങണമെന്നോ എങ്ങനെ അവസാനിപ്പിക്കണമെന്നോ അറിയാത്തവയാണ് ഓരോ മൂന്നാർ യാത്രകളും. കോടമഞ്ഞിൻ്റെ കുളിരണിഞ്ഞ മലഞ്ചെരുവുകൾ, അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങൾ, കണ്ണെത്താ ദൂരത്തോളം ഒന്നിനു മേലെ മറ്റൊന്നായിട്ട് അടുക്കി വെച്ച പോലെയുള്ള കുന്നുകൾ, അതിനെ വീശിയെത്തുന്ന കാറ്റ്, കുളിരും, ഈ സുഖമായിട്ടൊരു യാത്ര, എൻ്റെ പൊന്നു, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ തന്നെയാണ്. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ നദികളാണ് മൂന്നാറിലെ 3 ആറുകൾ. അതുകൊണ്ട് തന്നെയാണ് മൂന്നാറിന് മൂന്നാർ എന്ന പേര് വന്നതും. ഇവിടെ ഈ ഇത്രയും അടുക്കിലും ചിട്ടിയിലൊക്കെ നിൽക്കുന്ന ഈ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയിൽ അറിയപ്പെടുന്ന ഈ മൂന്നാർ, പള്ളിവാസൽ, ദേവികുളം, മളയൂർ, മാങ്കുളം, കുട്ടമ്പുഴ എന്നീ 5 പഞ്ചായത്തുകൾക്ക് നടുവിലാണ് നമ്മുടെ ഈ മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 4 മണിയോടുകൂടി മൂന്നാർ KSRTC ഡിപ്പോയിലെത്തി. താമസം ഇവിടെയാണ്. ഞാൻ പറഞ്ഞതുപോലെ വളരെ ചിലവ് കുറവിൽ നമുക്ക് എങ്ങനെ താമസിക്കാം എന്നുള്ളതാണല്ലോ, അത് ഇവിടെ കാണിച്ചു തരാം. 220 രൂപ, 160 രൂപ ബെഡിനും 60 രൂപ നമ്മുടെ തലയിണ പുതപ്പ്, അതിനായിട്ട് 220 രൂപ ടോട്ടൽ. മൊബൈൽ ചാർജ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. അവിടെ ബാത്റൂം പോകാൻ പ്രത്യേകമായിട്ട് സൗകര്യം ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഡിപ്പോയിൽ വേറെ ബാത്റൂം ഉണ്ട്. ടൂറിസ്റ്റായിട്ട് വരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറിയ ഒരു ബസ്സിനെ 2 ആക്കിക്കുകയാണ്. 16 ആൾക്ക് താമസിക്കാം ഒരു ബസ്സിൽ. അപ്പോൾ അതായത് സീസൺ സമയത്ത് നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. കാരണം ഓരോ ഡിപ്പോയിൽ നിന്ന് ഇപ്പോൾ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവർ ഡയറക്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സീസൺ സമയത്ത് ഇങ്ങനെ ബുക്ക് ചെയ്യുക, അല്ലാത്ത സമയത്ത് ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. കൈ കഴുകാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് അല്ല. ഇനി വിളിച്ച് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇതവിടെ തരാം. ഈ യൂണിറ്റ് കോർഡിനേറ്റർ നമ്പറിലേക്ക് തന്നെ വിളിക്കുക, ബുക്ക് ചെയ്യുക, വരിക. ബൈ.